നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാനൊരുങ്ങി സാംസ്കാരിക നഗരം. മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളി സംയുക്ത തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ദേശസ്നേഹിയായ ജനകീയ പ്രകൃതി ശാസ്ത്രജ്ഞനായിരുന്നു പ്രൊഫസർ മാധവ് ഗാഡ്ഗിലെന്ന് M. പീതാംബരൻ മാസ്റ്റർ. മംഗലം ഡാമിലെ വെള്ളച്ചാട്ടത്തിൽ കാളത്തോട് സ്വദേശി 17-കാരൻ മുങ്ങി മരിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാനൊരുങ്ങി സാംസ്കാരിക നഗരി. കലോത്സവത്തെ വരവേൽക്കാൻ സാംസ്കാരിക നഗരി പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. കലോത്സവം വിജയകരമായി നടത്തുന്നതിനായി രൂപീകരിച്ച വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്തി അടിസ്ഥാന സൗകര്യങ്ങൾ, ഭക്ഷണവും താമസവും, മത്സര നടത്തിപ്പ്, ഗതാഗതവും സുരക്ഷയും എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ഹരിതചട്ടം പാലിച്ചുകൊണ്ട് ഉത്തരവാദിത്വ കലോത്സവം എന്ന ആശയം മുന്നോട്ട് വെച്ചാണ് ഈ വർഷം കലോത്സവം നടത്തുന്നതെന്നും മന്ത്രി അറിയിച്ചു. കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ വിശദീകരിച്ചു. കുടിവെള്ളം, വൈദ്യുതി, ശുചീകരണം എന്നീ മേഖലകളിലാണ് കോർപ്പറേഷൻ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് മേയർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കലോത്സവവുമായി ബന്ധപ്പെട്ട് പാചകത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ട കുടിവെള്ളം തടസ്സങ്ങളൊന്നുമില്ലാതെ തൃശൂർ കോർപ്പറേഷൻ ടാങ്കർ ലോറികളിൽ ലഭ്യമാക്കും. ഈ ദിവസങ്ങളിൽ ഒരു മുടക്കവും കൂടാതെ വൈദ്യുതി വിതരണം നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തവും തൃശൂർ കോർപ്പറേഷൻ ഏറ്റെടുക്കുന്നതായി മേയർ അറിയിച്ചു. ഈ ദിവസങ്ങളിൽ ശുചീകരണത്തിനായി കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കലോത്സവം തീരുന്നതുവരെ ശുചീകരണത്തിന്റെ ഉത്തരവാദിത്വം കോർപ്പറേഷൻ ഏറ്റെടുക്കുന്നതുമായും മേയർ പറഞ്ഞു. കോർപ്പറേഷന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏകോപിപ്പിച്ച് നടപ്പാക്കുന്നതിനായി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ലൈൻ ഡെസ്കും കോർപ്പറേഷൻ കൺട്രോൾ റൂമും തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ്. വടക്കേച്ചിറ സ്റ്റാൻഡിനടുത്തുള്ള 5-ാം സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിലാണ് ഇത് പ്രവർത്തിക്കുക. 0487-233-1629 എന്ന നമ്പറിൽ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടാം. ഇതുവഴി നഗരത്തിലെത്തുന്ന ഏതൊരാൾക്കും സൗഹാർദ്ദപരമായ അന്തരീക്ഷമുണ്ടാക്കും. തെരുവ് വിളക്കുകൾ ഉൾപ്പെടെയുള്ള വെളിച്ച സംവിധാനങ്ങൾ, ഗതാഗതം, എമർജൻസി, ഫയർ ആൻഡ് റെസ്ക്യൂ, ക്രമസമാധാനം എന്നീ കാര്യങ്ങളിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയതായും പ്രൈവറ്റ് ആശുപത്രികളുമായി ബന്ധപ്പെട്ട് എമർജൻസി ഹെൽത്ത് കെയറിന് ആംബുലൻസുകൾ ലഭ്യമാക്കുമെന്നും എമർജൻസി മെഡിക്കൽ കെയറിന് ആവശ്യമായ മെഡിക്കൽ ടീമിനെ സജ്ജമാക്കുന്നതിനായി DMOയുമായി ബന്ധപ്പെട്ടതായും മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അറിയിച്ചു. ജനുവരി 15-നകം ജില്ലയിലെ മുഴുവൻ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും കൈറ്റിന്റെ റോബോട്ടിക്സ് പരിശീലനം. ജില്ലയിലെ 10ാം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ജനുവരി 15-നകം റോബോട്ടിക്സ് പരിശീലനം നൽകും. 10ാം ക്ലാസ്സിലെ പുതുക്കിയ IT പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റോബോട്ടിക്സ് പാഠഭാഗങ്ങൾ പ്രായോഗികമായി പഠിക്കാനും ഈ വർഷത്തെ SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനും കുട്ടികൾക്ക് അധിക പിന്തുണ എന്ന നിലയിലാണ് ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പരിശീലനം 2 സെഷനുകളിലായി ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യ സെഷനിൽ റോബോട്ടിക്സിന്റെ പ്രാധാന്യം, വിവിധ മേഖലകളിലെ ഉപയോഗം, റോബോട്ടിക് സിസ്റ്റത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ ഇൻപുട്ട്, പ്രോസസർ, ഔട്ട്പുട്ട് എന്നിവയെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകും. തുടർന്ന് കൈറ്റ് സ്കൂളുകൾക്കായി നൽകിയ റോബോട്ടിക് കിറ്റിലെ പ്രധാന ഘടകങ്ങളായ ആർഡിനോ ബോർഡ്, ബ്രെഡ് ബോർഡ്, LED തുടങ്ങിയവയെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തും. മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ 67ാമത് സംയുക്ത തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ജനുവരി 10 ശനിയാഴ്ച രാവിലെ 6:15 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, അമ്പ്, വള, കിരീടം എന്നിവയുടെ ആശീർവാദവും യൂണിറ്റുകളിലേക്കുള്ള അമ്പ് സമർപ്പണവും നടത്തി. വൈകിട്ട് വിവിധ കുടുംബ കൂട്ടായ്മകളിലെ അമ്പ് എഴുന്നള്ളിപ്പുകൾ വാദ്യമേളത്തിന്റെ അകമ്പടിയിൽ പള്ളിയിലെത്തി സമാപിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6:30 നടത്തിയ വിശുദ്ധ കുർബാനയ്ക്ക് വികാരി ഫാദർ ഡേവിസ് ചിറമൽ കാർമ്മികത്വം വഹിച്ചു. 10 മണിക്ക് നടത്തിയ ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ റിജോൺ കൊക്കാലി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബാസ്റ്റൻ പുന്നേലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജോബി ജോൺ തെക്കേത്തല സഹകാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 4-ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണവും തിരുശേഷിപ്പ് വണങ്ങൽ, വർണ്ണമഴ, ബാൻഡ് മേളം എന്നിവയുമുണ്ടായി. 12-ന് തിങ്കളാഴ്ച രാവിലെ 6:15 മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയും വൈകിട്ട് തൃശൂർ കലാസദന്റെ ഗാനമേളയും ഉണ്ടാകും.
തിരുനാൾ ചടങ്ങുകൾക്ക് അസിസ്റ്റന്റ് വികാരി നിതിൻ, കൈക്കാരന്മാരായ പിയൂസ് ചാലിശ്ശേരി, തോമസ് ഇടമറ്റത്തിൽ, ആന്റോ വടക്കുംപാടൻ, ലിയോ ആലപ്പാട്ട്, പ്രതിനിധി യോഗം സെക്രട്ടറി സണ്ണി പാറാശ്ശേരി, PRO വർഗീസ് നെല്ലിശ്ശേരി, ഓഡിറ്റർമാരായ നെൽസൺ മാടക്കായി, ജിജോ TJ, മറ്റ് തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുനാൾ കുർബാന CTVയിൽ തത്സമയം സംപ്രേഷണം ചെയ്തു. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവൊടു നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും രക്തം പാനം ചെയ്യും മാനവരിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാത്തവനെ ഞാൻ അന്തിമ ദിവസമുയിപ്പിക്കും. നിത്യായുസ്സവരേകും ഞാൻ ദൈവം നാഥനരുൾ ചെയ്തു. പോലും ഈ ബലിയിൽ പങ്കാളികളാ അഖിലത്തും ദൈവം കനിവാ അരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയുടെ ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം പരനിര ചൊരിയട്ടെ.
കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരാ തീരത്തെ മുദ്രിതരായി ഭവിക്കട്ടെ ഒഴുമെന്നേക്കും. വർണ്ണവിസ്മയത്താൽ ആത്മീയ ഭാവം കൂടുതൽ പ്രശോഭിപ്പിച്ച് മണ്ണുത്തി പള്ളി അൾത്താരയിലെ പുഷ്പാലങ്കാരം. വർണ്ണവിസ്മയത്താൽ ആത്മീയഭാവം കൂടുതൽ പ്രശോഭിപ്പിച്ച് മണ്ണുത്തിപ്പള്ളി അൾത്താരയിലെ പുഷ്പാലങ്കാരം. മണ്ണുത്തിയിലെ സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാൾ കാണാനെത്തിയ ഭക്തർ പള്ളിയുടെ വൈദ്യുത ദീപാലങ്കാരം കണ്ട് മാത്രമല്ല വിസ്മയം പൂണ്ടത്. ദേവാലയത്തിന്റെ അൾത്താരയിൽ ഒരുക്കിയ സുന്ദരമായ ആ ഉദ്യാനം ഏവർക്കും കണ്ണിനും മനസ്സിനും വിരുന്നൊരുക്കി. അൾത്താരയുടെ ആത്മീയഭാവം കൂടുതൽ പ്രശോഭിപ്പിച്ച് ആന്തൂര്യവും പോയിൻസാറ്റിയയും കാലാഞ്ചിയയും ഒപ്പം ബാമ്പു ചെടികളും നിരന്നപ്പോൾ വർണ്ണഭംഗിയുള്ള ചൈതന്യം കാഴ്ചക്കാരുടെ മനസ്സിനും ഇമ്പമേകി. മണ്ണുത്തിയിലെ നാഷണൽ റോസ് ഗാർഡൻസിന്റെ നേതൃത്വത്തിലാണ് അൾത്താരയിൽ ഉദ്യാന സമാനമായ അന്തരീക്ഷം തീർത്തത്. ക്രിസ്മസ് ചെടി എന്നറിയപ്പെടുന്ന പോയിൻസാറ്റിയ അതിന്റെ ചുവപ്പ് ഏറ്റവും കൂടുതൽ പ്രസരിപ്പിക്കുന്നത് ക്രിസ്മസ് കാലത്താണ്. ക്രിസ്മസ് ചെടി എന്നറിയപ്പെടുന്ന പോയിൻസാറ്റിയ 1000-ഓളം ആന്തൂറിയം ചെടികൾ, കാലാഞ്ചിയ തുടങ്ങിയ പൂവർഗ്ഗങ്ങളും യുജീനിയ ബാമ്പു തുടങ്ങിയ ഇലവർഗ്ഗങ്ങളും എല്ലാം മനോഹരമായാണ് അൾത്താരയ്ക്ക് മുന്നിൽ നിരത്തിയത്. വികാരി ഫാദർ ഡേവിസ് ചെർമലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തവണ അൾത്താര കൂടുതൽ മനോഹരമാക്കാമെന്ന ആശയം രൂപപ്പെട്ടത്. ഏറ്റവും സ്നേഹമുള്ളവരെ, മണ്ണുത്തിപ്പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോനീസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും 67-ാം തിരുനാൾ ആഘോഷിക്കുന്ന അവസരമാണിത്. നിങ്ങളെല്ലാം ഈ തിരുനാള് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. മണ്ണുത്തിയിലെ പ്രത്യേകത മറ്റ് ആഘോഷങ്ങൾക്കൊപ്പം പൂക്കളെ കൊണ്ട് അൾത്താരയും മനോഹരമാക്കുന്നു എന്നുള്ളതാണ്. ഈ അൾത്താര മനോഹരമാക്കാനായിട്ട് സക്രാരിയുടെ ഇരുവശങ്ങളിലുമുള്ള പൂക്കള് അറേഞ്ച് ചെയ്തത് ഇവിടെയുള്ള 4 കോൺവെന്റുകളിലെ സിസ്റ്റേഴ്സാണ്. എന്നാൽ ഈ അൾത്താരയെ മനോഹരമാക്കുന്ന ഈ വചനവേദിയും പരിസരവും പള്ളിയകവും ഒക്കെ ഏറ്റവും മനോഹരമാക്കിയത് ജോസ്മണിയും കുടുംബവുമാണ്. നാഷണൽ റോസ് ഗാർഡൻ എന്നുള്ള ആ നഴ്സറിയുടെ ചുമതലക്കാരാണ് അവരുടെ ശ്രമഫലമായിട്ടാണ് ഈ അൾത്താര ഇത്രയും മനോഹരമായത്. പലപ്പോഴും മണ്ണുത്തിയിലേക്ക് ആളുകൾ തിരുനാളിന് വരുന്നത് പൂക്കളുടെ അലങ്കാരം കാണുക എന്ന ലക്ഷ്യത്തിലാണ്. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് പല വർഷങ്ങളിലും ഈ പൂക്കള്
ആസ്വദിക്കാനായിട്ട് ഈ അൾത്താരയുടെ സമീപത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്നും പലരും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തിരുനാൾ ആഘോഷത്തിൻ്റെ ഒരു മുഖ്യ ഘടകം കൂടി തന്നെയാണ് മണ്ണുത്തി പള്ളി. ഈ പള്ളിയിലെ ആഘോഷങ്ങളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഹാർദവമായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. പല വർഷങ്ങളിലും ജോസ് മേനാച്ചേരിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ അൾത്താരയിൽ ഉദ്യാനം തീർക്കാറുണ്ട്. കുറച്ചു വർഷങ്ങളിലെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും 100 ചതുരശ്ര അടിയോളം വിസ്തീർണത്തിൽ അൾത്താരയ്ക്ക് മുന്നിൽ ഉദ്യാനം തീർത്തത്. ജോസ് മേനാച്ചേരി, ഭാര്യ റേ ജോസ്, മക്കളായ ഫെബ, ഫെമിനി, അനീന, അലക്സ്, മരുമക്കളായ ജെയിൻ, റിച്ചാർഡ്, ഗ്യാരി ഗിൽസൺ എന്നീ കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് ഒരു പൂർണ്ണ ദിവസം എടുത്താണ് അൾത്താരയെ മനോഹരമാക്കിയത്. അമ്പയരൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം. അമ്പയരൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം. അമ്പയരൂശലേം തന്മണവാളനു വേണ്ടി അലങ്കരിച്ചുള്ളൊരു മണവാട്ടി തന്നെ ഈ കന്യക. നല്ല പ്രവൃത്തികളായ സുചേലയെ മല്ലമിഴി ധരിച്ചു കൊണ്ടഭിരാമയായി അമ്പയരൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ. സ്നേഹം നിറഞ്ഞവരെ, ആഘോഷങ്ങൾ നമുക്ക് സന്തോഷത്തിന്റെ അവസരങ്ങളാണ്. പ്രത്യേകിച്ച് മണ്ണുത്തിയുടെ വക തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തിന്റെ ഇരട്ടി മധുരമാണ് നൽകുന്നത്. പ്രത്യേകിച്ചും ഈ പൂക്കളൊക്കെ ഭംഗിയായിട്ട് അലങ്കരിക്കുമ്പോൾ സന്തോഷത്തിന് വലിയ മാറ്റമാണ് നമുക്ക് പ്രകടമാക്കുന്നത്. ഏവർക്കും തിരുനാൾ മംഗളം ഏറെ സ്നേഹത്തോടെ നേരുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന പ്രത്യേകം പ്രാർത്ഥന കൂടി ചെയ്യുന്നു. മണ്ണുത്തിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോനീസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും 67ാം തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിലെ ഈ അൾത്താര മനോഹരമാക്കിയത് നാഷണൽ റോസ് ഗാർഡനിലെ ജോസ് മണിയാണ്. ജോസ് മണിയുടെ കുടുംബാംഗങ്ങളാണ്, മക്കളും മരുമക്കളുമാണ് ഇവിടെ നിൽക്കുന്നത്. അവരെ ഏറ്റവും സ്നേഹത്തോടെ ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചാണ് ഇത് അലങ്കരിക്കാനായിട്ട് നിന്നിരുന്നത്. ഏറ്റവും ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ ഇടവകയുടെ പേരിൽ പ്രത്യേകമായിട്ട് നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അച്ഛൻ പറഞ്ഞ പോലെ ഇന്നലെ രാത്രി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തത്. ഞങ്ങളുടെ സ്വന്തം വീട് ഒരു ഫംഗ്ഷന് എങ്ങനെയാണോ എത്ര നന്നായിട്ട് ഒരുക്കാൻ പറ്റുന്നോ അത്രയും ആത്മാർത്ഥതയോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഈ അൾത്താര ഒരുക്കിയിട്ടുള്ളത്. അതിൽ സിസ്റ്റർമാരും ഇവിടെ സഹായിച്ചിട്ടുണ്ട്. അച്ഛൻ ഉറങ്ങാണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഇരുന്നു. രാത്രി 2 മണി വരെ അച്ഛൻ ഞങ്ങളുടെ കൂടെ തന്നെ ഇരുന്നു. അപ്പൊ അവർക്ക് നമ്മളോടുള്ള അടുപ്പം കാണുമ്പോൾ നമ്മൾ എത്ര നന്നാക്കി പെർഫെക്ഷനോട് കൂടി ഇത് ചെയ്യാൻ പറ്റുന്നു അത്രയും നന്നായിട്ട് ഞങ്ങൾ എല്ലാവരും, ഞങ്ങളുടെ ഫാദർ മിസ്റ്റർ ജോസ് മേനാച്ചേരി, ആൾക്ക് പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഒരു ബ്ലഡില് അത് ചേർന്നിട്ടുള്ളതാ. ചെറുപ്പം തൊട്ടേ പള്ളിയുടെ എല്ലാ കാര്യത്തിനും ഒരുമിച്ച് നിന്നിട്ടുള്ളതാ. അപ്പൊ ഇങ്ങനെ ഒരു അവസരം മണ്ണുത്തി, ഈ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ എത്രയോ പള്ളികളുണ്ട്, ആ ഒരു പള്ളിയിൽ പോലും ഇതേപോലത്തെ ഒരു ഡെക്കറേഷൻ പ്ലാന്റ്സ്, നമ്മൾ ഫ്ലവർ കട്ട് ചെയ്തിട്ട് ആ ഫ്ലവറിനെ നശിപ്പിച്ച് കളയുന്നില്ല. നമ്മൾ അതേ പ്ലാന്റ്സിന് ചെടികൾ അങ്ങനെ തന്നെ വെക്കുകയാണ്.
അവരുടെ ലൈഫ് അങ്ങനെ തന്നെ നമ്മൾ സേഫ് ആക്കാണ്. ആ ഫ്രഷ്നെസ്സും എല്ലാം അങ്ങനെ തന്നെ, ഒന്നും നശിപ്പിച്ച് കളയണില്ല. ഈ പള്ളിയിൽ മണ്ണുത്തി സെന്റ് ആന്റണീസ് ചർച്ചിൽ മാത്രമേ ഇതുപോലൊരു ഡെക്കറേഷൻ നമ്മൾ മിക്ക കൊല്ലങ്ങളിലും ചെയ്യാറുണ്ട്. ഈ കൊല്ലം ഞങ്ങളുടെ ഫാമിലി കുറച്ചും കൂടെ വലുതായി. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച്, ഓരോ പാർട്ടും ഓരോരുത്തരുടെ ഐഡിയ ആണ്, ഓരോരുത്തരുടെ അധ്വാനാണ്, അവരുടെ ഇഷ്ടമാണ്, സ്വന്തം വീട് പോലെ എന്നുള്ള ഇഷ്ടമാണ് ഈ കാണുന്നതെല്ലാം. അതിന് ഒരു അവസരം ഒരുക്കി തന്ന അച്ഛനും നന്ദി. ഇവിടുത്തെ എല്ലാ അതോറിറ്റീസിലും എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങളുടെ കൂടെ ഒരു കരുത്തായിട്ട്. എല്ലാം ഹെൽപ്പിന് എന്ത് വേണം, ലൈറ്റ് ഇടണോ ലൈറ്റ് ഇടാം, എന്തിനാണെങ്കിലും എവരിബഡി എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. മണ്ണുത്തിയിൽ മാത്രം കാണാവുന്ന ഒരു ഡെക്കറേഷൻ ആണ് ഇത്. മണ്ണുത്തി സെന്റ് ആന്റണീസ് ചർച്ചിൽ മാത്രം കാണാവുന്ന ഒരു ഡെക്കറേഷൻ. ഞങ്ങളുടെ നഴ്സറിയുടെ കേരളത്തിലെ നഴ്സറിയുടെ ഹബ്ബാണ് മണ്ണുത്തി. ആ മണ്ണുത്തിയിലാണ് സെന്റ് ആന്റണീസ് ചർച്ചില് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എവിടെയും അത് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമില്ല. സോ വി ആർ ഓൾ ഹാപ്പി. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇതിൽ നല്ലൊരു പാർട്ടായി മാറാനുള്ളത്. താങ്ക് യു. ഞങ്ങൾ ഈ ഒരു ഫ്ലോറൽ അറേഞ്ച്മെന്റ് ഏറ്റെടുക്കുമ്പോൾ മണ്ണുത്തിയുടെ ഹോർട്ടിക്കൾച്ചറൽ ഹിസ്റ്ററി, അറ്റ് ദ സെയിം ടൈം നമ്മുടെ നാഷണൽ റോസ് ഗാർഡന്റെ ഒരു 4 ഡെക്കേഡ് നീണ്ടുവരുന്ന ലെഗസിയും കൂടെ ഒരുമിച്ച് ചേർക്കാനും, നമ്മളുടെ പല ഫീൽഡിൽ നിന്ന് ആളുകളുണ്ട് ഇവിടെ. ബൊട്ടാനിസ്റ്റുകളുണ്ട്, അതുപോലെ ഹോർട്ടിക്കൾച്ചർ പഠിച്ച ആൾക്കാരുണ്ട്, ബയോടെക്നോളജിസ്റ്റുകളുണ്ട്, ഡിസൈനേഴ്സ് ഉണ്ട്, മെഡിക്കൽ ഫീൽഡിലുള്ളവരുണ്ട്, എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് നമ്മളൊരു കോമ്പോസിഷൻ ഒരുമിച്ചുണ്ടാക്കുകയും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ ഒരു തിരുനാളിൻ്റെ എസെൻസ് പുറത്തു വരുന്ന പോലെ കാണിക്കാനുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിതിലൂടെ അർത്ഥമാക്കുന്നത് മണ്ണുത്തിയുടെ ആ ഒരു ഹിസ്റ്ററി, അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ലെഗസിയും കൂടെ ഇവിടെ ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ തിരുനാൾ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കാനും അതിനൊരു ബാക്ക്ഡ്രോപ്പ് നേരാനുമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. തന്മണവാളനു വേണ്ടിയലങ്കരിച്ചുള്ളൊരു മണവാട്ടി തന്നെ ഈ കന്യക, നല്ല പ്രവൃത്തികളായ സുചേലയെ മല്ലമിഴി ധരിച്ചു കൊണ്ടഭിരാമയായി അമ്പയരൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം അമ്പയരൂശലേം. പ്രപഞ്ചത്തിൻ്റെയും പ്രകൃതിയുടെയും മഹത്വവും ശാസ്ത്രീയ സത്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് സർവ്വജീവജാലങ്ങളോടും സമാദരവ് പുലർത്തിയിരുന്ന ദേശസ്നേഹിയായ ജനകീയ ശാസ്ത്രജ്ഞനായിരുന്നു പ്രൊഫസർ മാധവ് ഗാഡ്ഗിലെന്ന് ഗാന്ധിമാർഗ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഗാഡ്ഗിൽ പ്രണാമത്തിൽ അനുസ്മരിച്ചു. പശ്ചിമഘട്ടത്തിന്റെ നിലനിൽപ്പ് ഭാരതത്തിനും ലോകത്തിനും എത്രമാത്രം അനിവാര്യമാണെന്ന് പുതിയ തലമുറയെ ധരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വികസന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തദ്ദേശീയരായ ജനങ്ങളുടെയും ഗ്രാമസഭയുടെയും അഭിപ്രായങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഗാന്ധിയൻ അടിസ്ഥാനതല ജനാധിപത്യത്തിനു വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. എത്രയേറെ സാമൂഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും ശാസ്ത്ര സത്യത്തെ ഉറക്കെ പറയാൻ സധൈര്യം മുന്നോട്ട് വന്ന യഥാർത്ഥ സത്യാഗ്രഹിയായിരുന്നു പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ എന്ന് യോഗം അനുസ്മരിച്ചു. സർവോദയ ദർശൻ ചെയർമാൻ എം പീതാംബരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സർവോദയ നിവേദക് PS സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ജെയിംസ് മൊട്ടിക്കൽ, പ്രൊഫസർ VP ജോൺസ്, വത്സല വാസുദേവൻ പിള്ള, EK രാധാകൃഷ്ണൻ, സിംജിത്ത് ബാബു എന്നിവർ പ്രസംഗിച്ചു. പീച്ചി ലൂർദ് മാതാ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെയും വിശുദ്ധ യോസേഫ് പിതാവിൻ്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാൾ പീച്ചി ലൂർദ് മാതാ പള്ളിയിൽ ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ 9:45 മുതൽ അമ്പ് കമ്മിറ്റികളുടെ അമ്പ് പ്രദക്ഷിണം പള്ളിയിലെത്തി സമാപിച്ചു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ചുവന്നമണ്ണ് പള്ളിയിലെ വികാരി ഫാദർ അനു ചാലിൽ നയിച്ച ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, വൈകിട്ട് 5-ന് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടായിരുന്നു. തുടർന്ന് തിരുനാൾ കൺവീനർമാരും കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകിയ ആകാശവർണ്ണമഴ ശേഷം 7 മണി മുതൽ 10 മണി വരെ മുണ്ടത്തിക്കോട് രാഗദീപത്തിന്റെ ബാൻഡ് വാദ്യവും ഉണ്ടായിരുന്നു. പള്ളി വികാരി പ്രിൻറ്റോ കുളങ്ങര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോട് കൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. മംഗലം ഡാമിൽ വെള്ളച്ചാട്ടത്തിൽ മണ്ണുത്തി കാളത്തോട് സ്വദേശിയായ 17കാരൻ മുങ്ങി മരിച്ചു. മംഗലം ഡാമിൽ തിപ്പിലിക്കയം വെള്ളക്കെട്ടിൽ മണ്ണുത്തി കാളത്തോട് സ്വദേശിയായ യുവാവ് മുങ്ങി മരിച്ചു. ചക്കാലത്തറ സ്വദേശി അത്തിക്കൽ വീട്ടിൽ യൂസഫ് മകൻ 17 വയസ്സുള്ള അക്മലാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ തൃശൂരിൽ നിന്നുള്ള 5-അംഗ സംഘമാണ് മംഗലം ഡാം ആലിങ്ങൽ വെള്ളച്ചാട്ടത്തിലെത്തിയത്. വെള്ളച്ചാട്ടത്തിനടുത്തുള്ള തിപ്പലിക്കയം വെള്ളക്കെട്ടിൽ കുളിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. അക്മൽ മുങ്ങിപ്പോയ വിവരം കൂടെയുണ്ടായിരുന്നവർ അറിയിച്ചതിനെ തുടർന്ന് മംഗലം ഡാം പോലീസ് സ്ഥലത്തെത്തി. തുടർന്ന് അഗ്നിരക്ഷാസേന നടത്തിയ തിരച്ചിലാണ് പത്തരയോടെ മൃതദേഹം പുറത്തെടുത്തത്. ഞായറാഴ്ച വൈകിട്ട് 4:30 വീട്ടിലെത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം കാളത്തോട് ജുമാ മസ്ജിദിൽ ഖബറടക്കി. അമ്മ മാജിദ, സഹോദരികൾ ഫർഹാന, ഫിദ. പാരീസിൽ ഇന്ത്യൻ എംബസിയിലെ വിവേകാനന്ദ ഹാളിൽ ചിത്രം വരയ്ക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ ജിൻഡോ മാസ്റ്റർ. കലാകാരനും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ചിത്രകലാ വിഭാഗം പ്രൊഫസറുമായ പാലക്കാട് വെള്ളിനേഴി സ്വദേശി അടക്കാപുത്തൂർ വീട്ടിൽ ആർട്ടിസ്റ്റ് സുരേഷ് കെ നായരുടെ സഹായിയായിട്ടാണ് ജിൻഡോ പാരീസിലെത്തിയത്. തൃശൂർ കൂനമൂച്ചി സ്വദേശിയായ ജിൻഡോയുടെ സഹായത്താൽ 33 അടി നീളത്തിലും 10.5 അടി വീതിയിലും ഗോൾഡ് പെയിന്റ് ഉപയോഗിച്ചാണ് ചിത്രം വര നടത്തിയത്. കഥകളി, തെയ്യം, ഇന്ത്യയിലെ വിവിധ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയാണ് ചിത്രം വരച്ചത്. ഡിസംബർ 24 മുതൽ ആരംഭിച്ച ചിത്രം വര ജനുവരി 3-നാണ് പൂർത്തിയായത്. ഇന്ത്യൻ എംബസിയുടെ പാരീസിലെ കൾച്ചറൽ സെന്ററിന്റെ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായാണ്
ചുവർചിത്രം വരയ്ക്കാൻ ഇവരെ ഏൽപ്പിച്ചത്. ഇന്ത്യൻ എംബസി നേരിട്ട് ഏൽപ്പിച്ച കേരളത്തിൽ നിന്നുള്ള ആകെ 2 പേരാണ് സുരേഷ് കെ നായരും ജിൻഡോയും. മറ്റൊരു സംഘം രാജസ്ഥാനിൽ നിന്നുള്ളവരാണ്. ഇന്ത്യൻ എംബസിക്ക് വേണ്ടി പാരീസിൽ ചിത്രം വരയ്ക്കാൻ സാധിച്ചത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യമാണെന്നും സ്വന്തം ചിത്രകലാ അധ്യാപകനോടൊപ്പം 15 ദിവസത്തോളം പാരീസിൽ കഴിയാൻ സാധിച്ചതും അവിടുത്തെ ജീവിത രീതികളും ഭാഷയും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ അവസരം ലഭിച്ചതിനും ഒരുപാട് സന്തോഷമുണ്ടെന്നും ജിൻഡോ പറഞ്ഞു. ഇത് ICCRന്റെ ഇൻവിറ്റേഷൻ മൂലമാണ് ഞങ്ങളിവിടെ പാരീസിൽ വന്നത്. വരുന്ന വഴിക്ക് എയർ ഇന്ത്യയിലായിരുന്നു ഞങ്ങൾ വന്നത്. അപ്പോൾ കുറച്ച് വളരെ രസകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഡ്രോയിങ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് യാത്രയിൽ. അപ്പോൾ ചെറിയ കാർഡിൽ, വിസിറ്റിംഗ് കാർഡിൽ ഒരുപാട് ഡ്രോയിങ്സ് ചെയ്തിരുന്നു. 100ഓളം ഡ്രോയിങ്സ് ചെയ്യണ്ടായി. അപ്പോൾ അത് പല യാത്രക്കാരും അല്ലെങ്കിൽ എയർ ഹോസ്റ്റസൊക്കെ കണ്ട് വളരെ അപ്രീഷിയേറ്റ് ചെയ്തു. പിന്നീടാണ് തോന്നിയത് അത് ക്രിസ്മസിൻ്റെ ഒരു തലേ ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനെ വരച്ച് അവർക്ക് 13 പേരുകളും ഉണ്ടായിരുന്നു. അവർ എയർ ഹോസ്റ്റസായിട്ടും പൈലറ്റായിട്ടും. ഈ 13 പേർക്കും ഞങ്ങൾ ഓരോ ഡ്രോയിങ് ഗിഫ്റ്റായിട്ട് കൊടുത്തു. അതൊരു ക്രിസ്മസ് ന്യൂ ഇയർ സന്ദേശം അതിലെഴുതി. അപ്പോൾ അതൊരു പ്രത്യേകിച്ച് നമുക്കറിയില്ല, ഈ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോകുന്ന സമയത്ത് എയർ ഇന്ത്യയുടെ സ്പെഷ്യലി എയർ ഇന്ത്യയുടെ അവർ വളരെ നന്നായിട്ട് ഹോസ്പിറ്റാലിറ്റിയും നമ്മൾ എന്ത് ചോദിച്ചാലും അവർ തരുന്ന ആ രീതിയിലുള്ള ഇതിനും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷം അല്ലെങ്കിൽ ന്യൂ ഇയർ ആഘോഷം ഞങ്ങൾ ഫ്ലൈറ്റിലായിരുന്നു. ആ സമയത്ത് എല്ലാവർക്കും ഓരോ ഗ്രീറ്റിംഗ് കാർഡ് ഗിഫ്റ്റായിട്ട് കൊടുത്തു. അവർ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതൊരു മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകുമ്പോഴാണ് ഇത്തരം ഒരു എക്സ്പീരിയൻസ് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംധാന പള്ളി തിരുനാൾ ആരംഭിച്ചു. വെള്ളിയാഴ്ച രാവിലെ തിരുനാൾ കുർബാനയ്ക്ക് മാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നെജി ജസ്റ്റിന് സ്വീകരണം നൽകി. വൈകിട്ട് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിന് സഹവികാരി ഫാദർ സിൻഡോ ജോസ് മുഖ്യ കാർമ്മികനായി. ജനുവരി 11 രാവിലെ വിശുദ്ധ കുർബാനയും തുടർന്ന് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പും ഒല്ലൂർ ഫൈഡസ് കണ്ണാശുപത്രിയുമായി ചേർന്ന് കണ്ണ് പരിശോധന ക്യാമ്പും സജ്ജീകരിച്ചിട്ടുണ്ട്. രാത്രി 7 മണിക്ക് കരോക്കെ ഗാനമേളയും ഉണ്ടായിരിക്കും. രാഹുലിനെ അയോഗ്യനാക്കാൻ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ. സ്ത്രീപീഡന കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ അയോഗ്യനാക്കാൻ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ AN ഷംസീർ വ്യക്തമാക്കി. രാഹുൽ നിരന്തരം കേസുകളിൽ ഉൾപ്പെടുകയാണെന്നും കോൺഗ്രസ് ഇയാളിൽ നിന്നും രാജി എഴുതി വാങ്ങണമെന്നും സ്പീക്കർ പറഞ്ഞു. ഇടവേള. 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തകളിലേക്ക്. മരത്താക്കര കുഞ്ഞനംപാറയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു. കല്ലൂർ കോട്ടായി സ്വദേശി തേറാട്ടിൽ കളപ്പുര വീട്ടിൽ ഡേവിസിന്റെ മകൻ ഡെൽസനാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. കഴിഞ്ഞ മാസം 28-ന് രാത്രിയിലായിരുന്നു അപകടം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഡെൽസൺ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ശനിയാഴ്ച രാത്രിയാണ് മരിച്ചത്. ഉല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഭാര്യ ആൻസി. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11-ന് കല്ലൂർ ഈസ്റ്റ് സെന്റ് റാഫേൽ പള്ളിയിൽ നടക്കും.
പൊങ്ങണക്കാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ ദൈവമാതാവിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും സംയുക്ത തിരുനാൾ ആചരിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ നിത്യൻ താഴത്ത് മുഖ്യ കാർമ്മികനായി. റവറൻ ഡോക്ടർ സനൽ മാളിയേക്കൽ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ഷിൻഡോ കുളങ്ങര സഹകാർമ്മികത്വം വഹിച്ചു. സിസ്റ്റർമാർ, കൈക്കാരന്മാർ, തിരുനാൾ കൺവീനർ, കേന്ദ്ര സമിതി അംഗങ്ങൾ, ഏകോപന സമിതി അംഗങ്ങൾ, പ്രതിനിധി അംഗങ്ങൾ, ഇടവക അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങി സാംസ്കാരിക നഗരം. മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളി സംയുക്ത തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ദേശസ്നേഹിയായ ജനകീയ പ്രകൃതി ശാസ്ത്രജ്ഞനായിരുന്നു പ്രൊഫസർ മാധവ് ഗാഡ്ഗിലെന്ന് എം പീതാംബരൻ മാസ്റ്റർ. മംഗലം ഡാമിലെ വെള്ളച്ചാട്ടത്തിൽ കാളത്തോട് സ്വദേശി 17കാരൻ മുങ്ങി മരിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.